രാഷ്ട്രീയ പോരാട്ടം അതീവ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഉന്നയിച്ച പ്രധാന കാര്യങ്ങൾ പരിശോധിച്ചാൽ ഭരണപക്ഷത്തിനും BJPക്കും എതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ്. പാലക്കാട് BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് CPM അവിടെ ഒരു പ്രത്യേക സ്ഥാനാർത്ഥിയെ ഇറക്കിയതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതിന് പിന്നിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്നും BJPയുമായി CPM ഉണ്ടാക്കിയ രഹസ്യ ധാരണയുടെ ഭാഗമാണ് ഇതെന്നും വേണുഗോപാൽ ആരോപിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പാർട്ടിയിൽ അർഹരായ ഒട്ടേറെ നേതാക്കളുണ്ടെന്നും എല്ലാവർക്കും സീറ്റ് നൽകുക എന്നത് പ്രായോഗികമല്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ സീറ്റ് ലഭിക്കാത്തവർ ആരും തന്നെ നിരാശരായി മാറി നിൽക്കില്ല. 10 വർഷത്തെ LDF ഭരണം അവസാനിപ്പിക്കാൻ അവരെല്ലാം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും. ഇത്തവണ മത്സര രംഗത്ത് ഇല്ലാത്ത മുതിർന്ന നേതാക്കൾ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ സുപ്രധാന പദവികൾ നൽകുമെന്ന് പാർട്ടി ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ പക്വതയാർന്ന നിലപാടിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കേരളത്തിന് പുറത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളെ നിരീക്ഷകരായി ഓരോ മണ്ഡലത്തിലും നിയോഗിച്ചിട്ടുണ്ട്. ഇവർ അടുത്ത 2 ആഴ്ചക്കകം കേരളത്തിൽ ഉണ്ടാകുമെന്നും പ്രവർത്തകർക്കിടയിലെ ചെറിയ പരാതികൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ തരംഗമാണുള്ളതെന്നും 100 സീറ്റുകൾ വരെ നേടി UDF അധികാരത്തിൽ വരുമെന്നും KC വേണുഗോപാൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതികളെ മുഖ്യമന്ത്രി ഇപ്പോഴും ന്യായീകരിക്കുന്നത് ജനങ്ങൾ കാണുന്നുണ്ടെന്നും ഇത്തവണത്തെ വിധി ജനങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുമുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ പ്രതികരണ വീഡിയോ മുഴുവനായി ചേർക്കാം, കണ്ടുനോക്കൂ. ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം, ഈ പാലക്കാട് സീറ്റില് BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് CPM അവിടെ ഒരു സ്ഥാനാർത്ഥി ഇറക്കിയെന്നാണ്. ഈ തെരഞ്ഞെടുപ്പിലും ഒരു BJP CPM സഖ്യം ഉണ്ടെന്ന് ആ സംശയം നിങ്ങൾക്കുണ്ടോ? സംശയമല്ലല്ലോ, അത് യഥാർത്ഥമായിട്ടുള്ള കാര്യമല്ലേ. അത്ഭുതം തോന്നി. ഈ സാഹചര്യത്തിൽ പാലക്കാട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരാൻ എന്താണ് കാരണം എന്ന് ഞങ്ങളും വളരെ കൂലങ്കുഷമായി ചിന്തിക്കേണ്ടായ. തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട BJPയുമായിട്ടുള്ള രഹസ്യധാരണയുടെ ഭാഗമായിട്ടുള്ള അജണ്ട തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. അവിടെ മാത്രമല്ല, വേറെ 1-2 സീറ്റുകളിലും ഉണ്ട്. സ്വാഭാവികമായിട്ടും അർഹതപ്പെട്ട ഒരുപാട് ആളുകളുടെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു. ഫൈനലായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ അംഗീകരിച്ച പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാ പേരുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സത്യമാണ്, കോൺഗ്രസിനകത്ത് ഒരുപാട് പേര് അർഹരായ നേതാക്കന്മാരുണ്ട് സ്ഥാനാർത്ഥികളാകാൻ. ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് കാണുന്നത് 10 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളാകാൻ പറ്റാത്തവരെല്ലാം കൃത്യമായിട്ടും അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ പാർട്ടിയെ സഹായിക്കാൻ രംഗത്തുണ്ടാവും. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പെരുമ്പാവൂരിലെ പുതിയ സ്ഥാനാർത്ഥി വന്നു. സിറ്റിംഗ് MLA കൃത്യമായിട്ട് ഞാൻ സിറ്റിംഗ് MLAയുടെ നടപടിയെ അങ്ങേറ്റം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം മാറ്റിയപ്പോഴും വളരെ പക്വതയോടെ പെരുമാറി എന്നുള്ളതന്നെ. അല്ല, ഞങ്ങൾ നേരത്തെ ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെൻറ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നവർ. മത്സരിക്കുന്നവരല്ല. മത്സരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു. അവരെ ജയിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങുക. ഞങ്ങളെ നാളെ രാവിലെ പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങളിലേക്കെല്ലാം കേരളത്തിന് പുറത്തുള്ള സീനിയർ നേതാക്കന്മാരായിട്ടുള്ള ഒബ്സർവർമാർ വരും. ആ ഒബ്സർവർമാർ വരുന്ന 12-13 ദിവസക്കാലം കേരളത്തിലുണ്ടാകും. പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇടപെട്ട് പരിഹരിക്കാനും പ്രവർത്തകരോട് സംസാരിക്കാനും നേതാക്കളോട് സംസാരിക്കാനും. പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഇറങ്ങുന്ന പരിഗണിക്കപ്പെട്ട എല്ലാ നേതാക്കന്മാർക്കും അവരർഹിക്കുന്ന പരിഗണന ഉണ്ടാവും, സംശയമില്ല. അത് ശരി, അതാണോ ഇപ്പോഴത്തെ വാർത്ത? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പിടിച്ചിട്ടില്ല. ഇപ്പോൾ ചോദിച്ചു അഭിപ്രായ വ്യത്യാസമുണ്ടോ. ഒരു മന്ത്രിയെ പ്രഖ്യാപിച്ചിട്ട് 4 ദിവസമായിട്ട് അയാൾ ഇറങ്ങിയോ? നിങ്ങൾ ആരെങ്കിലും മാധ്യമങ്ങൾ എഴുതിയോ? ഒരു മന്ത്രിയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് 3-4 ദിവസമായിട്ട് അദ്ദേഹം പ്രചരണ രംഗത്ത് പോലും ഇറങ്ങിയിട്ടില്ല.
പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് 2 പ്രാവശ്യം പറയുന്നു അദ്ദേഹമാണ് അവിടുത്തെ സ്ഥാനാർത്ഥി, അദ്ദേഹം ഇറങ്ങിയിരിക്കും. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേട്ടത് അദ്ദേഹം അവിടെ നിന്ന് മാറി വേറൊരു സീറ്റിൽ മത്സരിക്കുന്നു, അവിടെ അദ്ദേഹം പറഞ്ഞ വേറൊരാളെ മത്സരിക്കും. 5 സീറ്റുകളിൽ, അതുകൂടാതെ 4 സീറ്റുകൾ 5 സീറ്റുകളിൽ ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. നിങ്ങൾ ആരും പറയുന്നില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്, അർഹതപ്പെട്ടവരുണ്ട്, ആകാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവരെല്ലാം പാർട്ടിയുടെ മുൻനിര നേതാക്കന്മാരായിട്ട് പാർട്ടി ഗവൺമെൻറ് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ ഉണ്ടാകുന്നവരായിരിക്കും, സംശയമില്ല. പക്ഷേ ഇതിന് നിങ്ങൾ ഉത്തരം പറ. ഒരു സിറ്റിംഗ് മന്ത്രിക്ക് അവരുടെ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. ക്ലിയറാണ് ആ റിസൾട്ട്, ഇൻഡിക്കേഷൻ ക്ലിയറാണ്. അപ്പോൾ അത് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണെന്ന് സംശയം വേണ്ട. പ്രചരണം തുടങ്ങുന്ന പോസ്റ്റർ എൻ്റെ ചിത്രം വെക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാവരും ചിത്രം എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്, പ്രധാനപ്പെട്ട പോസ്റ്ററുകളൊന്നും അങ്ങനെയൊന്നും പ്രശ്നമില്ല. പ്രചരണം തുടങ്ങുന്ന ദിവസം അങ്ങനെ ഒരു കണക്കെത്താണ്, എത്ര സീറ്റ് UDF കിട്ടും? ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ല 100 സീറ്റിൽ ഓളം വാങ്ങിച്ചിട്ട് UDF ജയിക്കും. ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള സ്ഥലങ്ങളിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് എല്ലാവരും നിൽക്കുന്നത്. പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. ഇനി താഴോട്ടില്ല, ഇനി ഓരോ അടിയും മുന്നോട്ടാണ്. ഇത് 100 സീറ്റിലെത്തി ഈ വിജയം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ UDF കഴിയും എന്നുള്ളതിന് സംശയമില്ല. കാരണം ഗവൺമെൻറ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം കാണുകയുണ്ടായി. ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഉത്തരവാദികളെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പൻ്റെ സ്വർണം കാട്ടിട്ട് പോയവർ, ജയിലിൽ കിടന്നവർ, അവരെ ഇപ്പോഴും ന്യായീകരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് അതിനകത്ത് പറയാനുള്ളത്? ഈ ഇലക്ഷൻ UDF ഇലക്ഷനാണ്, ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.